മാധ്യമ സ്വാതന്ത്ര്യം, എഴുതാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് പ്രവർത്തകർക്ക് നഷ്ടപ്പെടുന്നത്, പത്രപ്രവർത്തകർക്ക് നഷ്ടപ്പെടുന്നതിന് രാഷ്ട്രീയ ഇടപെടൽ ഒരു ഘടകമാണ്. ജാതിമത ഇടപെടൽ ഒരു ഘടകമാണ്. മാധ്യമങ്ങൾ നടത്തുന്ന കോർപ്പറേറ്റുകളുടെ ഇടപെടൽ ഘടകമാണ്. എനിക്ക് വലിയ സംശയമുണ്ട് കേട്ടോ. നമുക്ക് ഹിപ്പോക്കറ്റുകളാകാൻ പറ്റില്ലല്ലോ. മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടോ ഇന്ത്യയിൽ? ലോകത്തെ സ്ഥിതിക്ക് അറിയത്തില്ല. 2014 ഭരണമാറ്റം കൊണ്ട് മാത്രമല്ല മാധ്യമ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്. ഒന്നാം പ്രതി ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റും നരേന്ദ്രമോദിയും കേന്ദ്ര ഗവൺമെന്റുമാണ്. മാധ്യമങ്ങളെ വരിഞ്ഞു കെട്ടി അവർക്കിഷ്ടപ്പെട്ട കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് ദേശീയ മാധ്യമങ്ങളുടെ ചരട് അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ മാത്രമാണോ പ്രതികൾ? അല്ല, ഒന്നാം പ്രതി അവരാണ്. മാധ്യമ സ്വാതന്ത്ര്യം, എഴുതാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് പ്രവർത്തകർക്ക് നഷ്ടപ്പെടുന്നത്, പത്രപ്രവർത്തകർക്ക് നഷ്ടപ്പെടുന്നതിന് രാഷ്ട്രീയ ഇടപെടൽ ഒരു ഘടകമാണ്. ജാതിമത ഇടപെടൽ ഒരു ഘടകമാണ്. മാധ്യമങ്ങൾ നടത്തുന്ന കോർപ്പറേറ്റുകളുടെ ഇടപെടൽ ഘടകമാണ്. എല്ലാ ഘടകങ്ങളും നോക്കുമ്പോൾ പിന്നെ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ കോൺട്രാക്ട് സമ്പ്രദായം, ഇന്ന് മിക്കവാറും മാധ്യമങ്ങൾ കോൺട്രാക്ട് സമ്പ്രദായമാണ്. മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ഇഷ്ടപ്പെടാത്ത വാർത്ത വന്നാൽ ക്രമേണ ആ ലേഖകൻ അവിടുന്ന് ഒഴിവാക്കപ്പെടുകയോ അല്ലെങ്കിൽ അപ്രധാനമായ മൂലയ്ക്കിരുത്തുകയോ ചെയ്യും. ഇപ്പോൾ രാജഗോപാലൻ സംഭവിച്ചതുപോലെ. യഥാർത്ഥത്തിൽ ആദ്യകാലത്തെ പോലെ സ്വതന്ത്രമായി എഴുതാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ കുറഞ്ഞു വരികയാണ്. അതിന്റെ ഡിഗ്രി വ്യത്യാസം പത്രത്തിലുണ്ട്. പ്രതികളുടെ കാര്യത്തിൽ ഒന്നാം പ്രതി, രണ്ടാം പ്രതി, മൂന്നാം പ്രതി, നാലാം പ്രതി എന്ന് പറയാൻ സാധിക്കുള്ളൂ. അതെങ്കിലും ഒരു പ്രതിയിൽ മാത്രം ഒതുക്കാൻ സാധ്യമല്ല. നമ്മൾ ഒന്നാം പ്രതി കേന്ദ്ര ഗവൺമെന്റ്, ഇന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ്, പ്രധാനമന്ത്രി, കേന്ദ്രത്തിലെ വാർത്താവിതരണ മന്ത്രി, അങ്ങനെ സർക്കാരാണ്. പക്ഷേ സംസ്ഥാന ഗവൺമെന്റുകളും പ്രതികളാണ്, ഇല്ലേ? രാഷ്ട്രീയ ഇടപെടൽ പ്രതികളാണ്. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ, ഇന്ത്യയിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ, ജാതിമത വികാരം ആളിക്കത്ത അന്തരീക്ഷത്തിൽ ജാതിമത ശക്തികൾക്ക് അപ്രിയമായ വാർത്തകൾ കൊടുത്താൽ അതും പ്രശ്നമാണ്. പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കുന്ന, ചാനലുകൾക്ക് പരസ്യം കൊടുക്കുന്ന കോർപ്പറേറ്റുകൾക്കും മറ്റു മുതലാളിമാർക്ക് അപ്രിയമായ വാർത്ത വന്നാൽ അവിടെയും പ്രശ്നമാണ്. അങ്ങനെ ആകെപ്പാടെ ഒരു സ്വതന്ത്രമായ മാധ്യമ സ്വാതന്ത്ര്യം അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് ഇന്ത്യ എത്തിയിരിക്കുന്നത്. ലോകത്തിലെ കാര്യം എനിക്ക് അത്ര വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. ഇന്ത്യയേക്കാൾ കുറച്ചുകൂടി മാധ്യമ സ്വാതന്ത്ര്യമുള്ള പല രാജ്യങ്ങളുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്.